എക്സാമിനർ ഫാമിലി, അപ്പോൾ നമ്മുടെ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. hscap.kerala.gov.in എന്ന സൈറ്റിലൂടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സൈറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർ, അലോട്ട്മെന്റ് ലഭിച്ചവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കൂളിൽ, ഏത് സ്കൂളിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്, അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത്, അവിടെ പോയിട്ട് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അതിനുള്ള സമയം എന്ന് പറയുന്നത് ഇതാ. ഓക്കെ, 2024 ജൂലൈ 8-ാം തീയതി, അതായത് ഇന്ന് രാവിലെ 10 മണി മുതൽ ജൂലൈ 9-ാം തീയതി, ജൂലൈ 8-നും 9-നും ആകെ 2 ദിവസമേ സമയമുള്ളൂ. 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് തന്നെ ആ അലോട്ട്മെന്റ് ലഭിച്ചവർ എല്ലാവരും എന്ത് ചെയ്യണം, പെർമനന്റ് ആയിട്ട് ഫീസ് അടച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ VHSCക്ക് അപേക്ഷിച്ചവര് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അവിടെയാണ് നിങ്ങൾ പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷൻസ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? 2 സ്ഥലത്തും എന്തായാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് എവിടെയാണോ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. 10 മണി മുതൽ നാളെ 4 മണി വരെയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഇതിന്റെ സമയം. ഓക്കെ, ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോൺ ജോയിനിങ് ആവും. ഓക്കെ, നോൺ ജോയിനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാനുണ്ട്, അതിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അത് നിങ്ങൾക്കറിയാം. നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ട് എന്താ പറയുക, അഡ്മിഷൻ ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. VHSCക്ക് അത് അനുവദിച്ചിരുന്നു. പക്ഷേ നമ്മുടെ +1 നമ്മുടെ ഈ ഒരു HSCAP-ലൂടെ അല്ലെ, സാധാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അപേക്ഷിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും എന്ത് ചെയ്യാം, ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി ആ ഒരു സമയത്തിനുള്ളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോയിട്ട് ഫീസ് അടച്ചുകൊണ്ട് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് നോക്കാം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? ഡോക്യുമെന്റ്സ് റിക്വയർഡ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? മെയിൻലി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CBSE മറ്റു ബോർഡാണെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവണം. SSLC സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ലെങ്കിൽ ആ റിസൾട്ടിന്റെ പേജ്, ആ ഒരു എന്താ പറയുക, റിസൾട്ടിന്റെ ഒരു പേജ് മാത്രം കൊണ്ടുപോയാൽ മതി. ഓക്കെ, SSLC സർട്ടിഫിക്കറ്റ് എല്ലാ സ്കൂളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലർക്ക് കിട്ടി ഡിജി ലോക്കർ വഴി അല്ലേ, നമുക്ക് ഇപ്പോൾ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡിജി ലോക്കർ എന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡിജി ലോക്കർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ ആപ്പാണ്. ഓക്കെ, അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി സാധിക്കും. സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ റിസൾട്ടിന്റെ പേജ് എന്ത് ചെയ്യണം, അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. പിന്നെ TC ആൻഡ് CC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കണ്ടക്ട് സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും വിടുതൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. നമ്മുടെ എവിടെയാണോ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളത് അവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്ത് ചെയ്യണം, ഹാജരാക്കണം. അതുപോലെ ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കിനും അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കിനും നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർട്സിലോ സ്പോർട്സിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ബോണസ് പോയിന്റ്, പിന്നെ അതുപോലെ SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്സ്, NMMS, LSS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒറിജിനൽസ് കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ ടൈ ബ്രേക്കിന് ആവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾ സെയിം പഞ്ചായത്തിലാണോ സെയിം താലൂക്കിലാണോ എന്നൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അത് നിങ്ങളുടെ SSLC ബുക്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് തന്നെയാണ് എങ്കിൽ പ്രശ്നമില്ല, SSLC മതിയാകും. ഓക്കെ, SSLCയിൽ അഡ്രസ്സ് വേറെയാണ്, നിങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ വേറെയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ റേഷൻ കാർഡോ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കൊണ്ടുപോകണം. ഓക്കെ, ഏജ് റിലാക്സേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് പ്രായപരിധി 15 വയസ്സ് പൂർത്തിയാകണം എന്നാണ്. 20 വയസ്സ് കവിയാനും പാടില്ല അല്ലെ, അതാണ് പ്രായപരിധി. +1 പഠിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 15-20 ആണ് അല്ലെ. അതിന് 6 മാസം വരെയൊക്കെ ഇളവുണ്ടാവും. നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൽ പാസ്സായവരാണെങ്കിൽ അത് പ്രശ്നമില്ല. SSLC നിങ്ങൾ പാസ്സായിട്ടുള്ളത് നമ്മുടെ SSLC ആണെങ്കിൽ അതിന് പ്രശ്നമില്ല.
ഓക്കെ, 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് SSLC ആണെങ്കിൽ, നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ പ്രശ്നമില്ല. മറ്റു ബോർഡ് എക്സാംസ് എഴുതി പാസ്സായവരാണെങ്കിൽ അവർക്ക് 6 മാസം വരെ ഇളവുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ്, ഏജ് റിലാക്സേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 40% കുറയാത്ത അംഗവൈകല്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതുപോലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. അതുകൂടാതെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ EWS കാൻഡിഡേറ്റ്സ് അല്ലേ. EWS എന്ന് പറഞ്ഞാൽ എന്താ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അപേക്ഷകരാണെങ്കിൽ അവർ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഓർ നാറ്റിവിറ്റി എന്തിനാണെന്ന് പറഞ്ഞു, നമ്മൾ സെയിം പഞ്ചായത്തിൽ അല്ലെങ്കിൽ സെയിം താലൂക്കിലുള്ള ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈ ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ ആ അഡ്രസ്സ് തന്നെയാണെങ്കിൽ പ്രശ്നമില്ല, SSLC സർട്ടിഫിക്കറ്റ് മതിയാകും. അതല്ല, അഡ്രസ്സ് ഡിഫറൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. പിന്നെ NCC ഡയറക്ടറേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് NCC സ്റ്റുഡൻസിനും, അതുപോലെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളും കൊണ്ടുപോകണം. അതുപോലെ SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് SPC സ്കൗട്ട് ആൻഡ് SPC സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് അല്ലേ, അവരെന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, പിന്നെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും. ക്ലബ് സർട്ടിഫിക്കറ്റിൽ ഒരു മിനിമം 3 സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓക്കെ, അതിലൊക്കെ ഡേറ്റും സീലൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ LSS, USS, NMMS, അതുപോലെ NTSC നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, ലിറ്റിൽ കേസ്, ഇതുപോലെയുള്ള ക്വാളിഫിക്കേഷൻ എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ മറക്കാതെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടാവണം. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. TCയും CCയും ഒറിജിനൽ, ബാക്കിയുള്ളത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഫോട്ടോ കോപ്പി ആയാലും പ്രശ്നമില്ല. പക്ഷേ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഒറിജിനൽസ് തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കാം. കിട്ടിയവരും കിട്ടാത്തവരുണ്ടല്ലോ. ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി പറയണമല്ലോ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടുള്ള ഒരു 90% കുട്ടികൾക്കും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു. എന്നാലും 10% കുട്ടികൾ അവിടെ പുറത്ത് നിൽക്കുകയാണ്. അവർക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അപ്പോൾ ഓരോ ജില്ല തിരിച്ചു നോക്കാം. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 1985 കൺഫേംഡ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 1976 അപേക്ഷകൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. എന്താ കാരണം? അപേക്ഷയിലുള്ള തെറ്റുകൾ. ഓക്കെ, അപേക്ഷയിലുള്ള തെറ്റുകൾ കാരണം 1976 ഓക്കെ 5ഉം 4 9 അപേക്ഷകൾ തള്ളിയിട്ടുണ്ട്. ഓക്കെ, അപേക്ഷ കൊടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ്. പിന്നെ മറ്റു ജില്ലകളിൽ നിന്ന് 161 അപേക്ഷകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് അല്ലേ. അതുപോലെ അവിടെ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 3933 സീറ്റാണ്. അതിൽ 1851 കുട്ടികൾക്കും അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും 2082 സീറ്റുകൾ അവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾക്ക് ഒരു ടെൻഷനും വേണ്ട. അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, സീറ്റ് കിട്ടും. ഓക്കെ, 2082 സീറ്റുകളുടെ ബാലൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം അല്ലേ. ഈ ജില്ലകളിലൊക്കെ 1000-ൽ കൂടുതൽ വേക്കൻസി ഉണ്ട്. 800 സീറ്റുകൾ ഇവിടെ വേക്കൻസി ഉണ്ട്. 800 സീറ്റ് വരുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലും പ്രശ്നമില്ല. ഇനി 500 കുട്ടികൾക്ക് എങ്ങാനും സീറ്റ് ലഭിക്കാനുള്ളൂ. 800 സീറ്റുകൾ അവിടെ ബാക്കിയുണ്ട്. അവിടെ സീനില്ല അല്ലേ. യെസ്. അടുത്തത് എറണാകുളം 3244 അപേക്ഷകരുണ്ടായിരുന്നു. അതിൽ 2419 കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. ഇനിയും 2639 സീറ്റുകൾ അവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്യും, സീറ്റ് കിട്ടും. ഓക്കെ, പ്രശ്നമുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ കണ്ണൂർ, കാസർഗോഡ്. ഈ മലബാർ ഏരിയയിൽ കുറച്ച് സീറ്റുകൾ, മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 89 സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, 89 സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ മെറിറ്റ് സീറ്റിൽ. ഓക്കെ, മെറിറ്റിൽ ആകെ 89 സീറ്റുകളേ ഉള്ളൂ. അപേക്ഷിച്ചത് 16,881 കുട്ടികളാണ്. അതിൽ 6,999 കുട്ടികൾക്ക് മാത്രമാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയും എത്രയെന്നുള്ള കൗണ്ട് അറിയാലോ. ഏകദേശം 13,000-ഓളം കുട്ടികൾ പുറത്താണ്. 89 സീറ്റുകളാണ് ആകെ ബാക്കിയുള്ളത്. ബാക്കിയുള്ള ജില്ലകളിൽ കോഴിക്കോടാണെങ്കിലും പാലക്കാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും അവിടെയൊക്കെ ഒരു 1000 കുട്ടികൾ പുറത്തായിരിക്കും.
ഒരു 1000 കുട്ടികൾ അപ്രോക്സിമേറ്റ്ലി അത്രയും കുട്ടികൾ പുറത്തായിരിക്കും. അത് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു സ്കൂളിന് നെക്സ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ഏത് സ്കൂളിൽ കൊടുത്താലായിരിക്കും എനിക്ക് കിട്ടുക, ഏത് കോഴ്സിന് കൊടുത്താലായിരിക്കും കിട്ടുക എന്നുള്ള ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇനിയും സ്കൂളിൻ്റെ വാക്കൻസി ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കും. ഇനി ഏതൊക്കെ സ്കൂളിൽ സീറ്റ് വാക്കൻ്റ് ഉണ്ട്, എത്ര സീറ്റുകൾ വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും മിക്കവാറും 9-ാം തീയതി. നാളെ 4 മണി വരെ അഡ്മിഷന് സമയമുണ്ടല്ലോ. അതുകൊണ്ട് നാളെ അഡ്മിഷൻ പൂർത്തീകരിച്ച് അതിൽ ഏതൊക്കെ സ്കൂളിൽ എത്രയൊക്കെ സീറ്റ് ഉണ്ടെന്ന് ആ ഒരു ലിസ്റ്റ് ചിലപ്പോൾ 10-ാം തീയതിയോ 11-ാം തീയതിയോ ആയിരിക്കും എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 11-12 തീയതികളിലായിട്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് നാളെ 9 മണി, നാളെ വൈകുന്നേരം 4 മണി വരെ, 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ്റെ സമയമാണ് അല്ലേ. അപ്പോൾ ആ അഡ്മിഷൻ കംപ്ലീറ്റ് തീർത്തതിന് ശേഷം ഏതൊക്കെ സ്കൂളിൽ എത്രയൊക്കെ സീറ്റുകൾ ബാലൻസ് ഉണ്ടെന്നുള്ള ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് 10-ാം തീയതി ചിലപ്പോൾ എന്ത് ചെയ്യും, 10-ാം തീയതിയോ 11-ാം തീയതിയോ എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. അപ്പോൾ നമുക്ക് മിക്കവാറും 11-12 തീയതികളിലൊക്കെ ആയിട്ട് നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക. ഇതുവരെ സീറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ആ സീറ്റ് കിട്ടും. മറ്റുള്ള എന്താ പറയുക, മലബാർ ഏരിയയിലുള്ള കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അവർ എന്ത് ചെയ്യാം, അതർ ഓപ്ഷൻസ് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.